ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരടിപൊളി കീബോർഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സാധാരണയായി നമ്മൾ ഡിഫറെൻറ്റ് ഫോണ്ട് സ്റ്റൈൽസ്, സ്റ്റിക്കേഴ്സ്, ഗിഫ്റ്റ്സ്, വലിയ സൈസിലുള്ള ഇമോജീസ് ഒക്കെ നമുക്ക് ഈ ഒരൊറ്റ ആപ്ലിക്കേഷനിൽ, കീബോർഡിൻ്റെ ഈ ഒറ്റ ആപ്ലിക്കേഷനിൽ നമുക്ക് കിട്ടുന്നതാണ്. സാധാരണ നമുക്ക് ഇവയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വേറെ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരൊറ്റ കീബോർഡ് ആപ്ലിക്കേഷൻ മതി സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇവ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ പോയി ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ ഇവിടെ അക്സെപ്റ്റ് ഒന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അലോ ഒന്ന് കൊടുക്കുക. അലോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ ലോഡ് ആവുന്നുണ്ട് ആപ്ലിക്കേഷൻ കീബോർഡ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് സെലക്ട് കീബോർഡ് ലാംഗ്വേജ് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മലയാളം വേണം. അപ്പോൾ ഞാൻ മലയാളം സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ താഴെ മലയാളം എന്നുള്ളത് ഉണ്ട്. അപ്പോൾ മലയാളത്തിൻ്റെ അവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഞാനിപ്പോൾ മംഗ്ലീഷ് എടുക്കുകയാണ്. മംഗ്ലീഷ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ടിക്ക് ഇട്ടിട്ട് ആടെന്ന് കൊടുത്തു. അപ്പോൾ മലയാളം ആടായി. ഇനി ഹിന്ദിയും കൂടെ എനിക്ക് വേണം. അപ്പോൾ ഹിന്ദി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ ഹിന്ദി ആക്കിയിട്ടുണ്ട്, ഇപ്പോൾ 2 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷും മലയാളം, ഹിന്ദി 3 ലാംഗ്വേജസ് നമ്മൾ കീബോർഡിൽ ആഡായിട്ടുണ്ട്. ഇനി നിങ്ങൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില സെറ്റിങ്സ് എന്നുള്ളത്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. കണ്ടോളൂ, ഹലോ കണ്ടോളൂ, നല്ല ഫാസ്റ്റ് ടൈപ്പിംഗ് കൊണ്ട് തന്നെ ഇതിനുണ്ട്. ഞാൻ സബ്സ്ക്രൈബ് എന്ന് കൊടുക്കുകയാണ്. സേവ് എന്ന് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫേസിലുള്ള സ്റ്റിക്കേഴ്സ്, ക്രിയേറ്റ് ഒരു സ്റ്റിക്കേഴ്സ് എന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫേസിലുള്ള സ്റ്റിക്കേഴ്സ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫേസൊക്കെ വെച്ച് നിങ്ങൾ സ്റ്റിക്കേഴ്സ് ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റിക്കേഴ്സ് സെക്ഷൻ. നമ്മുടെ ഫേസ് വെച്ച് സ്റ്റിക്കേഴ്സ് ഇവിടെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പ്ലസ് സെക്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇനിയും കുറേ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫേസിലോട്ട് ആക്കാവുന്നതാണ്. അല്ലാണ്ട് 3 ഡോട്ട്, ഇവിടെ 3 ഡോട്ട് ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണാം കീബോർഡ് സെറ്റിങ്സ് എന്നുള്ളത്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നിരവധി ഓപ്ഷൻസ് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഇനി ലാംഗ്വേജ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് മോർ ലാംഗ്വേജ് എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് തീമുള്ള ഓപ്ഷൻ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു തീം സെലക്ട് ചെയ്യുമെന്ന ഓപ്ഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു തീം സെലക്ട് ചെയ്യാവുന്നതാണ്. കാണാം നമ്മുടെ കീബോർഡ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഹലോ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ തന്നെ കാണാം നിങ്ങൾക്ക് ജസ്റ്റ് ഹലോ എന്ന ഇവിടെ ജസ്റ്റ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടോ ഹലോ സ്റ്റിക്കറായിട്ട് പോകുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് എന്ന ഓപ്ഷൻ, ഞാൻ ചുമ്മാ സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾ സൈഡിൽ ആ സബ്സ്ക്രൈബ് എന്ന ടെക്സ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഗിഫ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഈ സ്റ്റിക്കേഴ്സ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗിഫ് ഉണ്ട്. ഇവിടെ ഡയറക്റ്റ് സ്റ്റിക്കറായിട്ടും ഇതോളൂ. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ സ്റ്റിക്കേഴ്സ് എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ വേർഡ് ബന്ധപ്പെട്ട സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാം 2 പോയി എന്നുള്ളത് മാത്രമായിട്ട് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് അത് അയക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇമോജി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണ്. ഇമോജി സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഏത് ഇമോജിയാണ് വേണ്ടതെന്ന് വെച്ചാൽ നെക്കി പിടിക്കുക. അപ്പോൾ നെക്കി പിടിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോളൂ അത് ഒരു ഇമോജി ആയിട്ട് പോയിട്ടുണ്ട്. കണ്ടോളൂ. അടുത്തെന്ന് പറയുന്നത് കാണാം അടുത്ത ഇമോജി. കണ്ടോളൂ, ജസ്റ്റ് ഒന്ന് നെക്കി പിടിച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഒരു സ്റ്റിക്കറായിട്ട് പോയി. അതുപോലെ തന്നെ ഇമോജി ആയിട്ട് പോയി. അതുപോലെ തന്നെ ഇതിലാണെങ്കിൽ വോയിസ് ടൈപ്പിംഗ് ഉണ്ട്. ഇപ്പോൾ കീബോർഡിലാണെങ്കിൽ നമ്മൾ ഗൂഗിളിലൊക്കെ കാണിക്കുന്ന പോലെ വോയിസ് ടൈപ്പിംഗ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വോയിസ് ഇൻപുട്ട് ലാംഗ്വേജ് നിങ്ങൾ മലയാളം എന്നൊക്കെ സെലക്ട് ചെയ്യുക. മലയാളം അതുപോലെ തന്നെ ഹിന്ദിയും ഒക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ മലയാളം ഹിന്ദി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം വോയിസ് ജസ്റ്റ് മലയാളം ജസ്റ്റ്
അയക്കുകയാണെങ്കിൽ നിങ്ങൾ നിരവധി ഫോൺസൊക്കെ നിങ്ങൾ അയക്കുക. ഈ സൈഡിലുള്ള ഒന്ന് ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കുറേ ഫോൺസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇഷ്ടമുള്ള ഒരു ഫോൺ സെലക്ട് ചെയ്യുകയാണ്. ഇത് നിങ്ങൾ അത് വരത്തുള്ളൂ ഫോണ്ട്. നിരവധി ഫോൺസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു കീബോർഡ് ആപ്ലിക്കേഷൻ എന്ന് ഇതിന് പറയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കീബോർഡിൻ്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ താഴെ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. എക്സിൻ്റെ താഴെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കീബോർഡ് മലയാളത്തിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹിന്ദി ആക്കണമെങ്കിൽ ആ കായം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഹിന്ദി ആയിട്ടുണ്ട്. അതുപോലെ ഇനി ക്ലിക്ക് ചെയ്താൽ സാധാരണ പടി അതുപോലെ ഇംഗ്ലീഷ് ആവുന്നതാണ്. ഇതുപോലെ നിരവധി ഫീച്ചേഴ്സ് ഈ കീബോർഡിലുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ താഴെ പോയി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ പോയി ഒന്ന് ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ ടെക്നോളജി വീഡിയോകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.